മഞ്ജൂസ് ഫുഡി സെറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കിന്റെ റെസിപ്പിയാണ്. വീട്ടിൽ ഓവനും ബീറ്ററും അതുപോലെ തന്നെ മെഷർമെന്റ് കപ്സും ഒന്നും ഇല്ലാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാനിന്നിവിടെ കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മാർബിൾ കേക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഇഡ്ഡലി തട്ടാണ്. ആദ്യം നമുക്ക് ഇഡ്ഡലി തട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഒരു ബ്രഷോ കയ്യോ വെച്ചിട്ട് ഇതിലൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി. ഇത് നമ്മുടെ കേക്ക് തട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ ഒട്ടും ചേർക്കുന്നില്ല. കേക്കിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഇത് ഗ്രീസ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സ്മെല്ലില്ലാത്ത ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കരുത്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതിന് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് എല്ലാം പറയുന്നത് ഇതുപോലുള്ള ഒരു സ്പൂൺ വെച്ചിട്ടാണ്. ഈ സ്പൂണിൽ നിങ്ങൾ കൂമ്പാരമായിട്ട് എടുക്കാതെ ഒരു വിരൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ വടിച്ചിട്ട് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും അളവെടുക്കാൻ. ഞാനിപ്പോൾ 5 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് സ്മൂത്ത് പൗഡറായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്. നല്ല ഡ്രൈ ആയ ജാറായിരിക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട എടുക്കുമ്പോൾ അത് റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചേർക്കരുത്. നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. ഇനി ഇതിലേക്ക് അല്പം വാനില പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കോഴിമുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ല, പൗഡറാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ എസൻസ് ആണ് ഉള്ളതെങ്കിൽ 1/2 സ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 സ്പൂണ് വാനിലയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഏതാണ്ട് 1 മിനിറ്റ് സമയം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. 3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കണം. മാക്സിമം ഒരു 30 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 6 സ്പൂണ് ആട്ടപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്, മൈദയല്ല. ഇനി നിങ്ങൾക്ക് മൈദയാണ് ചേർക്കേണ്ടതെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ അളവും സെയിം തന്നെയാണ്. മൈദയാണെങ്കിൽ കേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആയിരിക്കുന്നു മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ ഈ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം 1/4 സ്പൂൺ പോലും ബേക്കിംഗ് പൗഡർ നമുക്ക് ആവശ്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്ക് സൈഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഏതാണ്ട് ഇത്രത്തോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി എത്രയാണോ നമ്മൾ ബേക്കിംഗ് പൗഡർ എടുത്തത് അതിന്റെ നേർപകുതിയോളം ബേക്കിംഗ് സോഡ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം എടുക്കുക. നമ്മൾ പഞ്ചസാര ഒക്കെ ചേർത്തുണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയിലേക്കും അല്പം ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഈ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് മിക്സ് ആവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ഈ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്റർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. സ്പൂൺ വെച്ചിട്ട് തന്നെ വളരെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര ഹാർഡായിട്ട് ഒരുപാട് നേരം എടുത്തിട്ട് ഇത് മിക്സ് ചെയ്യരുത്. നമ്മുടെ കേക്ക് ഹാർഡായി പോവുക ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അല്പം തിക്കാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കണം. പാല് ചേർക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത്. ആദ്യം നമുക്ക് 1 സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം ബാറ്റർ പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇന്നോട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു മാർബിൾ കേക്കാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അല്പം കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് ഒരു ബാറ്റർ കൂടെ റെഡിയാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 3/4 സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് അത്ര സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററിൽ നിന്ന് പകുതി ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തപ്പോൾ നമ്മുടെ ബാറ്റർ അല്പം തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. 1 സ്പൂണ് പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വാനിലയുടെ ബാറ്ററും കൊക്കോയുടെ ബാറ്ററും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് മാർബിൾ ഡിസൈൻ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി തട്ട് എടുക്കുക. അതിലേക്ക് ലെയറായിട്ട് ഈ ബാറ്റർ രണ്ടും
മാറി മാറി ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ അല്പം വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണിൻ്റെ പകുതി പോലും ആവശ്യമില്ല കൊക്കോയുടെ ബാറ്റർ ഒഴിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഇതിന് മുകളിലേക്ക് വാനില ബാറ്റർ ഒഴിക്കുന്നുണ്ട്. ലാസ്റ്റ് കൊക്കോയുടെ ബാറ്റർ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോയുടെ ബാറ്റർ ഒഴിച്ചെടുക്കാം, പിന്നെ വാനില ബാറ്റർ ഒഴിച്ചെടുക്കാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ തട്ട് വളരെ ചെറുതായതുകൊണ്ട് ഒരു 3-4 ലെയർ ഉണ്ടാക്കിയെടുക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. നമ്മളിപ്പോൾ വലിയ കേക്ക് ട്രേയിലൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലെയറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാ തട്ടും ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തട്ടിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് കുറച്ച് കഴിഞ്ഞ് വേവുമ്പോൾ പൊങ്ങി വരും. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കുക. സ്റ്റാർ ഷേപ്പോ ഫ്ലവർ ഷേപ്പോ അതല്ലാതെ ഒരു പ്ലസ് ഷേപ്പോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ എല്ലാം ഇഡ്ഡലി തട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഡ്ഡലി എല്ലാം സ്റ്റീം ചെയ്തെടുക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ അല്പം വെള്ളം എടുത്തിട്ടൊന്ന് ബോയിൽ ചെയ്യാം. നമ്മളിപ്പോൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും മുകളിലുള്ള ഇഡ്ഡലി തട്ടിലാണ്. താഴത്തെ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് എംപ്റ്റി ആയിട്ട് തന്നെ ഇറക്കി വെക്കണം. താഴത്തെ തട്ടിലൊന്നും നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. വെള്ളത്തിൻ്റെ ആവിയെല്ലാം ചെന്നിട്ട് കേക്കിലെല്ലാം ഹോൾ പോലെ വീഴും. അപ്പോൾ എപ്പോഴും കേക്ക് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും മുകളിലെ തട്ടിൽ തന്നെ വെച്ചിട്ട് സ്റ്റീം ചെയ്യണം. എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ ഒരു തട്ട് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം അത് ഇറക്കി വെക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് ഒരു ഇഡ്ഡലി തട്ടും കൂടി എംപ്റ്റി ആയിട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്കാണ് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ടുള്ള തട്ട് ഇറക്കി വെക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ തട്ടിൽ നമ്മൾ ബാറ്റർ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ശരിയായി കിട്ടില്ല. ഈ വെള്ളത്തിൻ്റെ ആവിയെല്ലാം ചെന്നിട്ട് അതിലെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കും. അതുകൊണ്ട് കേക്ക് വെക്കുമ്പോൾ എപ്പോഴും താഴത്തെ തട്ടെല്ലാം വെച്ചിട്ട് ഏറ്റവും മുകളിലെ തട്ടിൽ വേണം വെക്കാൻ. നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും താഴത്തെ തട്ടിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. മുകളിലത്തെ തട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 10 to 15 മിനിറ്റ് നേരം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് നേരം നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കരുത്. ആ സമയത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ സെൻട്രൽ ഭാഗമൊക്കെ താഴ്ന്നു പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് വെന്തോ എന്ന്. വെന്തോന്ന് അറിയാൻ വേണ്ടി ഒരു കത്തിയോ അല്ലെങ്കിൽ സ്റ്റിക്കോ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഇപ്പം ഇത് പാകത്തിന് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റിക്കിലൊന്നും മാവ് ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കിപ്പോൾ സ്റ്റീം ചെയ്യാൻ എടുത്ത സമയം ആകെ 10 മിനിറ്റ് നേരമാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരം. ഇനി അടുത്ത മെത്തേഡായിട്ടുള്ള ബേക്കിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒരു ഇഡ്ഡലി തട്ടിൽ നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററൊക്കെ ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണം ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ തട്ടിലും ഇവിടെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ തട്ടിലും ബാറ്റർ ഒഴിച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം, നമ്മൾ ഇഡ്ഡലി തട്ട് ഇറക്കി വെക്കാൻ സൗകര്യത്തിനുള്ള ഒരു പാത്രം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്ന പാത്രമാണ്. ഇതിലേക്ക് ഇനി ഞാൻ ഇതുപോലുള്ള ഒരു റിങ് ഇറക്കി വെക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ റിങ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ എടുക്കുന്ന ബൗളോ പാത്രങ്ങളോ ഒന്ന് കമഴ്ത്തിയിട്ട് വെച്ചു കൊടുക്കുക. നമ്മുടെ ഇഡ്ഡലി തട്ട് അതിൻ്റെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് ഒട്ടും പുറത്തേക്ക് പോകരുത്. ഇതിപ്പോൾ നല്ല ടൈറ്റാണ്. ഇനി നിങ്ങൾക്ക് ടൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ വേണമെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു 10 to 15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതിലിപ്പം മാവ് അല്പം ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടി വേവേണ്ടതുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് കൂടി വയ്ക്കാം. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് തുറന്ന് നോക്കിയിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നും കൂടി കുത്തി നോക്കാം. ഇപ്പോൾ സ്റ്റിക്കിലൊന്നും മാവ് ഒട്ടി പിടിക്കുന്നില്ല. കറക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം.
ഇപ്പോൾ നമ്മുടെ കേക്കെല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂണോ കത്തിയോ വെച്ചിട്ട് ഇതൊന്ന് അടർത്തി മാറ്റാം. ആദ്യം ഞാൻ സ്റ്റീം ചെയ്തിട്ടുള്ള കേക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കേക്കാണ്. ഒട്ടും ഒട്ടി പിടിക്കാതെ പെട്ടെന്ന് തന്നെ തട്ടി നിന്ന് അടർന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചോക്ലേറ്റിൻ്റെ ഡിസൈൻ എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല സോഫ്റ്റും ആണ്. ഇനി നമുക്ക് ബേക്ക് ചെയ്തിട്ടുള്ള കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് പതിയെ അത് അടർത്തി കൊടുക്കാം. ഇതും പെട്ടെന്ന് തന്നെ അടർന്നു പോന്നിട്ടുണ്ട്. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റീം ചെയ്തതും ബേക്ക് ചെയ്തതും തമ്മിൽ ചെറുതായിട്ടൊരു കളറിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ബേക്ക് ചെയ്തതിന് കുറച്ച് ഡാർക്ക് കളറാണ്. രണ്ടും നല്ല സ്മൂത്താണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ബൈ.